എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ അവിടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ഒരു ടിപ്സ് ഉണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇച്ചിരി കുക്കിംഗ് അതെല്ലാം കൂടെ ചേർത്താണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം അതിനകത്ത് എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് കേട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസം ഇത് എടുത്തില്ലായിരുന്നോ, ഇവിടുത്തെ രോമം കളയുന്നതിന്റെ മുഖത്തെ ആ ഹെയർ കളയുന്നതിന്റെ എടുത്തതിനകത്ത് ഒത്തിരി പേര് ഇതിനകത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. എൻ്റെ പാത്രം നോൺ സ്റ്റിക്ക് ആണ്. ആ നോൺ സ്റ്റിക്ക് മുഖത്തെ രോമം പോകുമ്പോഴത്തേക്ക് നോൺ സ്റ്റിക്ക് പോവുമല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് നോൺ സ്റ്റിക്ക് അല്ല. ഞാൻ നിങ്ങളോടെല്ലാം വീണ്ടും വീണ്ടും വെച്ചാൽ നിങ്ങൾ ആ വീഡിയോ മാത്രം കാണുന്നതുകൊണ്ടായിരിക്കാം അത് തോന്നുന്നത് നോൺ സ്റ്റിക്ക് പാത്രമല്ല, അതൊരു കറുത്ത പാത്രമാണ്. അതിൻ്റെ കോട്ടിങ് എങ്ങനെയാണ്, ബ്ലാക്ക് കളറാണ് അതിൻ്റെ വന്നിരിക്കുന്നത്. പക്ഷെ അത് നോൺ സ്റ്റിക്ക് അല്ല. അതിന് നമ്മൾ സ്പൂൺ എണ്ണ ഇട്ട് ഇളക്കിയാലും യാതൊരു പ്രശ്നവുമില്ല. പിന്നെ അത്രയും ഞാൻ വിചാരിച്ചില്ല കേട്ടോ, സ്പൂൺ ഇട്ട് ഇളക്കുമ്പോൾ ആ ഒരു സൗണ്ടും കാര്യങ്ങളൊന്നും അത്രയും ഞാൻ ഓർത്തില്ല. കാര്യം എന്നുവെച്ചാൽ നമുക്കിത് ഇച്ചിരി കട്ടിയായി വരുമ്പോഴത്തേക്ക് എൻ്റെ ഉള്ള ചെറിയതാണ് ഒരു തടിയുടെ സ്പൂണുള്ളത്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ഇളക്കുമ്പോഴത്തേക്ക് അത് ശരിയായില്ലെങ്കിലോ എന്ന് ഓർത്തുകൊണ്ടാണ് സ്പൂൺ എടുത്തത്, സ്റ്റീലിൻ്റെ സ്പൂൺ എടുത്തത്. പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ കുറച്ച് ഇടയ്ക്ക് ദിവസമൊക്കെ വീഡിയോസൊക്കെ ഇടാതിരിക്കുന്നുണ്ട്. വീഡിയോ ഇടാതിരിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ചില ദിവസം ഭയങ്കര തലവേദനയുണ്ട് കേട്ടോ. ഭയങ്കര തലവേദന എന്ന് വെച്ച് കഫക്കെട്ടിൻ്റെയാണത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് എനിക്ക് ആരുടെയും വീഡിയോസും കാണാൻ പറ്റുന്നില്ല, ഒന്നുമില്ല. പിന്നെ വെച്ചാൽ ഞാൻ വീഡിയോസ് കൂടുതലും കാണുന്നത് അത് ഓണാക്കി വെക്കും, കാണുന്നില്ല വീഡിയോ. എല്ലാം ഫുള്ള് കേൾക്കുന്നുണ്ട്. കേട്ടതിന് ശേഷമാണ് കമൻറ്റ് ഇടുന്നത് ചിലരുടെയൊക്കെ വീഡിയോ. പിന്നെ വെച്ചാൽ അങ്ങ് തലവേദന കൂടുമ്പോഴത്തേക്ക് ഞാൻ ആ ഫോണിലേക്കുള്ള നോട്ടം അങ്ങ് കുറയ്ക്കും, അതാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോസും ഇടാൻ പറ്റാത്തില്ല. കുറേ പേരുടെ വീഡിയോസൊക്കെ കാണാനും പറ്റുന്നില്ല. അങ്ങനെയൊക്കെയുണ്ട്. കുറച്ച് പേർ കണ്ടു കഴിയുമ്പോഴത്തേക്ക് അങ്ങ് തലയ്ക്ക് ഒരു തലവേദന പോലെ തോന്നും. ഫോണിൽ ഒത്തിരി നോക്കിയിരിക്കുന്നതിൻ്റെ ആയിരിക്കാം തോന്നും, അതുകൊണ്ടാന്ന് തോന്നും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ മിക്കവാറും വീഡിയോസൊക്കെ കാണാത്തത്. എല്ലാവരുടെയൊക്കെ വീഡിയോസൊക്കെ കാണാം. പിന്നെ ഇനി പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഇന്നത്തെ ടിപ്സിനെ പറ്റിയാണ് ഇനി പറയാനുള്ളത്. അപ്പോൾ അതിനു മുന്നേ നിങ്ങളെല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ഒരുപാട് പേര് ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ വീഡിയോസൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒത്തിരി താങ്ക്സ് ഉണ്ട്. പുതുതായിട്ട് വരുന്നവർക്ക് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടുന്ന കാണുമ്പോഴത്തേക്ക് അതിലേറെ സന്തോഷമുണ്ട്. കൂടെ തന്നെ നിങ്ങൾ ലൈക്കും കമൻറ്റും കൂടെ ചെയ്യാനും കൂടെ ശ്രമിക്കണേ. അപ്പം നമുക്ക് ഇന്നത്തെ ടിപ്സ് എന്നാന്ന് വെച്ചാൽ ഞാൻ പറയാം. ഇന്നത്തെ ടിപ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇനിയിപ്പം ഡിസംബർ മാസമൊക്കെ ആകുമ്പോഴത്തേക്കും മഞ്ഞ ഇപ്പം തന്നെ തണുപ്പായി തുടങ്ങി. ഒരു തണുപ്പും മഞ്ഞും പിന്നെ ആ ഒരു വെയിലും എല്ലാം കൂടെ ആകുമ്പോൾ നമുക്ക് എല്ലാവർക്കും വരുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചുണ്ട് വിണ്ട് കീറുക. എനിക്കുണ്ട്. എൻ്റെ ചുണ്ട് തന്നെ ഇപ്പം തന്നെ പൊട്ടി. ഇന്നത്തേക്ക് എന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ അകത്ത് തന്നെ ഫാൻ്റെ കീഴിലിരിക്കും, വെള്ളോട്ടിറങ്ങത്തില്ല. അപ്പോൾ ഈ തണുപ്പും ഫാൻ്റെ കാറ്റും കൂടെ വരുമ്പോഴാണ് കൂടുതൽ നമ്മുടെ ചുണ്ടൊക്കെ പൊട്ടുന്നത്. നമ്മുടെ ശരീരത്തെ ജലാംശം കുറയുന്നതിൻ്റെ അനുസരിച്ചാണ് നമ്മുടെ ചുണ്ടൊക്കെ ഇങ്ങനെ. അപ്പം ഒന്നെങ്കിൽ മിക്കവരും ലിപ് ബാമും കാര്യങ്ങളൊക്കെയാണ് തേക്കുന്നത്. പക്ഷെ അങ്ങനൊന്നുമല്ല. നമ്മുടെ നാട്ടിലെ പണ്ടത്തെ അമ്മച്ചിമാർ ചെയ്തിരുന്നൊരിതുണ്ട്. കാര്യം എൻ്റെയൊക്കെ വെല്ലുമിച്ചിയൊക്കെ വീട്ടിലുണ്ടാക്കി തരുന്നിട്ട്. ഞങ്ങളുടെയൊക്കെ അങ്ങോട്ട് എൻ്റെ അമ്മയുടെ വീട് മുണ്ടൊക്കെയാണ്. അപ്പം അങ്ങോട്ടെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ഡിസംബർ ജനുവരി മാസത്തിൽ ഇവിടെ താമസിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കാര്യം ഡിസംബർ മാസത്തിൽ ഭയങ്കര തണുപ്പാണ്. രാത്രിയിലുള്ള പള്ളിപ്പോക്കും ഒക്കെ ഒരു പ്രത്യേക സുഖമാണ്. അപ്പം അതുപോലെ തന്നെ ജനുവരി ആകുമ്പോഴത്തേക്ക് ആ ജനുവരി കാറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കാറ്റാണ് കേട്ടോ. ആ കാറ്റ് വരുമ്പോഴാണ് കൂടുതൽ നമ്മുടെ ചുണ്ടൊക്കെ പൊട്ടുന്നത്. ഞങ്ങളുടെയൊക്കെ ചുണ്ടെല്ലാം പൊട്ടി ചോര എടുക്കും. അപ്പോൾ വല്യമ്മച്ചി ചെയ്തിരുന്നത്. അന്നൊക്കെ എന്ന് പറയുമ്പോൾ ഈ വാസലിനും കാര്യങ്ങളൊന്നും അങ്ങനെ വലിയ പ്രാധാന്യമൊന്നും ഇല്ലാത്ത കാലം തന്നെയല്ല. അതൊന്നും ആരും മേടിക്കുകയില്ല. വീടുകളിൽ എന്നൊക്കെ പണ്ടത്തെ അമ്മച്ചിമാർക്കൊക്കെ എല്ലാം അറിയാം. ഒരു മുറിവ് വന്നാൽ എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാം. അതുപോലെ തന്നെ ചെറിയ ചെറിയ പൊടിക്കൈകളൊക്കെ എല്ലാവർക്കും അറിയാം. ഇപ്പോഴാണ് എല്ലാത്തിനും ഈ മെഡിക്കൽ സ്റ്റോറിലോട്ടും ഹോസ്പിറ്റലിലോട്ടും പിന്നെ അല്ലെങ്കിൽ യൂട്യൂബിൽ കയറിയൊക്കെ നമ്മളിങ്ങനെ തപ്പിയെടുക്കുന്നത്. അന്ന് അങ്ങനെയൊന്നും ഇല്ല, എല്ലാ അമ്മച്ചിമാർക്ക്. പക്ഷെ അന്നത്തെ കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ ഞങ്ങളുടെയൊക്കെ കുഞ്ഞിൽ കണ്ടുപഠിച്ച കാര്യങ്ങളൊക്കെയാണ് ഇപ്പോഴും ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പം അതിന് ചുണ്ട് പിടിച്ച ചിലർക്ക് തന്നെ ചുണ്ടിൻ്റെ ഇവിടെ പൊട്ടും, ഈ രണ്ട് സൈഡ്. അത് അങ്ങനെയുള്ളവർക്ക് ഭയങ്കര വേദനയാണെന്ന് കേട്ടിട്ടുണ്ട്. കാര്യം ഒരു വക കഴിക്കാൻ പറ്റത്തില്ല, തുറക്കടക്കൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര. അങ്ങനെയുള്ളവർക്കൊക്കെ നല്ലതാണിത്. നമ്മൾ ഇതിനകത്ത് ഒരുപാട് സാധനങ്ങളൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇതിനകത്ത് അമ്മച്ചി ചേർത്തതിനേക്കാൾ ഒരെണ്ണം മാത്രം ഞാൻ എക്സ്ട്രാ ചേർക്കുന്നുണ്ട്. അതെന്നാന്ന് വെച്ചാൽ ഒരിച്ചിരി മണമൊക്കെ കിട്ടാൻ. നമ്മൾ ആ ഉണ്ടാക്കുന്ന വാസലിന് ഒരു മണവും ഇല്ല, അങ്ങനത്തെ. അപ്പോൾ ഒരിച്ചിരി ഒരു മണവും കൂടെ ഒക്കെ കിട്ടാമെങ്കിൽ എന്നോർത്തോണ്ടാണ് ആ ഒരു ഇത് ചേർത്തേക്കുന്നത്. അപ്പം നമുക്ക് അതിന് വേണ്ട പ്രധാനപ്പെട്ട സാധനം എന്നാന്ന് ഞാൻ പറയവേ. ഇത് കണ്ടോ, ഇതുപോലെ ഒരു മെഴുകുതിരി. ഇത്രയൊന്നും വേണ്ട കേട്ടോ, ഇത് ഒത്തിരി ഉണ്ട് ഈ മെഴുകുതിരി. ഇതൊന്നും വേണ്ട. ഞാൻ ഇതിൻ്റെ ഒരു ഇത്രയും എടുക്കുന്നുള്ളൂ. നമുക്ക് ആവശ്യം ഇത് ഇത്രയും എടുത്താൽ മതി. ഇത്രയും തന്നെ നമുക്ക് ഒരുപാടുണ്ട് എടുക്കുമ്പോഴത്തേക്ക്. ഇത്രയും മതി എടുക്കാനായിട്ട്. അപ്പോൾ ഈ മെഴുകുതിരിയാണ് നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത്. അതിപ്പോൾ ഏത് കളർ മെഴുകുതിരി ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ പിന്നെ വെച്ചാൽ വെള്ള കളറിലെ മെഴുകുതിരി അങ്ങ് എടുത്തതേ ഉള്ളൂ. അപ്പം എടുക്കുമ്പം നല്ല മെഴുകുതിരി എടുക്കുക, പുതിയതെടുക്കുക. നമ്മുടെ അടുക്കളയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ മൂലയ്ക്കൊക്കെ ഇട്ട് അഴുക്കാക്കിയ സാധനം എടുക്കരുത് കേട്ടോ. നല്ല പുതിയതൊരെണ്ണം എടുക്കുക. ഇതിപ്പോൾ ഞാൻ പുതിയൊരെണ്ണം മേടിച്ചാണ്. എനിക്കിവിടെ മെഴുകുതിരി ഇഷ്ടംപോലെ ഇരിപ്പുണ്ട്. പക്ഷെ അതെല്ലാം അടുക്കളയിലും അവിടെയൊക്കെ കത്തിച്ച് വെക്കുകയും പിന്നെ ഓരോ ആവശ്യങ്ങൾക്കൊക്കെ കത്തിച്ചെടുക്കുകയൊക്കെ ചെയ്തിട്ട് അങ്ങനെ നമ്മളെപ്പോഴും ഉപയോഗിച്ചതാണ്. ഇതാകുമ്പോഴത്തേക്ക് ഫ്രഷ് ആയിട്ടുള്ള സാധനമാണ്. ഫ്രഷ് ആയിട്ടെന്ന് പറഞ്ഞാൽ പുതിയതായിട്ടുള്ള അഴുക്കൊന്നും ഇല്ലാത്തതാണ്. എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഫ്രഷ് ആയിട്ടുള്ളതെന്നുള്ളത്.
അപ്പോൾ അങ്ങനത്തെ ഉള്ളതാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു മെഴുകുതിരി എടുക്കുക. ഇനി ഇതിന് ബാക്കി വേണ്ടതൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ നോൺ സ്റ്റിക്ക് പാത്രം ഒന്ന് കാണണ്ടേ? എല്ലാവരും അത് തന്നെയാണ് പറയുന്നത്. ഞാനത് കാണിച്ചു തരാം കേട്ടോ. ആ പാത്രം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അത് നോൺ സ്റ്റിക്ക് അല്ല എന്നുള്ളത്. ഇതാണ് നിങ്ങൾ പറഞ്ഞ പാത്രം. നോൺ സ്റ്റിക്ക് എന്ന് പറഞ്ഞ പാത്രം ഇതാണ്. ഇതിന് യാതൊരു പ്രശ്നവും ഇല്ലാത്ത പാത്രം. ഇതിൻ്റെ കോട്ടിങ് ഈ ബ്ലാക്ക് കളറാണ് വന്നേക്കുന്നത്. അല്ലാതെ ഇത് നോൺ സ്റ്റിക്ക് അല്ല. നിങ്ങൾ ഇനിയും വിശ്വസിക്കുക. ഇതിന് പിടിയൊക്കെ ഉണ്ട്. ഇത് ഒത്തിരി വർഷം പഴക്കമുള്ളൊരു പാത്രമാണ്. എനിക്കൊന്നൊരു 15 വർഷത്തിൽ ഇതിനിപ്പോൾ പഴക്കമുണ്ട്. കാര്യം ഞങ്ങൾ പഴയ വീട്ടിലായിരുന്ന സമയത്ത് അവിടെ ഈ വീടുകളിൽ പാത്രം വിൽക്കാൻ വരുമല്ലോ ഇങ്ങനെ. പക്ഷെ കളിപ്പീരായിരുന്നു. എങ്ങാണ്ട് എത്രയാണ് 500 രൂപയ്ക്ക് എങ്ങാണ്ട് 7 8 പാത്രം എന്ന് പറഞ്ഞ് വലിയതും ചെറുതും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ നോൺ സ്റ്റിക്ക് പോലത്തെ ഉണ്ടായിരുന്നു ഒരെണ്ണം. പിന്നെ ബാക്കി എല്ലാം ഈ സൈസ് പാത്രങ്ങളായിരുന്നു. ഇതിൻ്റെ വലുതും ചെറുതും ഒക്കെ ആയിട്ടുള്ളത്. അതിൽ എല്ലാം പോയെന്ന് പറഞ്ഞാൽ പിടിയെല്ലാം വിട്ടു പോയി കഴിയുമ്പോഴത്തേക്ക് പിന്നെ അത് പിടിക്കാനൊക്കെ പാടായിട്ട്. ഇത് മാത്രം ഇതിന് നേണ്ട പിടിയുടെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. സംഭവം ഉണ്ടായിരുന്നേണ്ടത് കേട്ടോ. ഇവിടെ ഒരു സംഭവം ഉണ്ടായിരുന്നായിരുന്നു. അത് ഞാൻ ഒടിഞ്ഞു പെട്ടെന്ന് പിടിയൊക്കെ പെട്ടെന്ന് പോയി കേട്ടോ. ഒരു മാസം അതിനു മുമ്പേ പിടിയൊക്കെ ഒരുമാതിരി തുരുമ്പിച്ച മാതിരി പെട്ടെന്ന് അങ്ങ് പോയി. പക്ഷേ ഈ പാത്രം ഞാൻ കളയാതെ വെച്ച്. ഇതെനിക്ക് പക്ഷേ എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു കേട്ടോ. ഇതുപോലൊരു കൊച്ചു പാത്രം. അതുകൊണ്ടാണ് ഇതിപ്പോഴും കളയാതെ വെച്ചിരിക്കുന്നത്. ബാക്കിയുള്ളതൊക്കെ ഞാൻ ചാരം വരാനും അങ്ങനെയൊക്കെ എടുത്തൊക്കെയാണ് അതൊക്കെ പോയി. പിന്നെ മറ്റേ പാത്രം നോൺ സ്റ്റിക്ക് അല്ലായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ നോൺ സ്റ്റിക്ക് പാത്രം കൊടുത്താൽ നമുക്ക് പൈസ കിട്ടും. പക്ഷേ അത് കൊടുത്തപ്പോൾ എനിക്ക് ഒന്നും കിട്ടിയില്ല കേട്ടോ. അവർ പറഞ്ഞത് നോൺ സ്റ്റിക്ക് അല്ല, അല്ലാതെ തന്നെ അതിങ്ങനെ എന്തോ ഒരു കളിപ്പീര് കമ്പനിയായിട്ട് കൊണ്ടുവന്നത്. പക്ഷെ അതിൽ ലക്കായിട്ട് എനിക്ക് ഈ പാത്രം ഇപ്പോഴും ഇരിപ്പുണ്ട് കേട്ടോ. കുഴപ്പമൊന്നുമില്ല. ഇതുണ്ട്. ഇതിൻ്റെ പുറവശമൊക്കെ ആണെങ്കിലും കണ്ട നോൺ സ്റ്റിക്കിൻ്റെ മാതിരി അല്ല ഇതിൻ്റെ പുറവശമൊന്നും. ഇത് അടുപ്പേ വെക്കുന്നതാണ്. ഞാൻ ഇതിനകത്ത് അന്ന് മുതൽ ഇത് അടുപ്പേ വെക്കുന്നതാണ്. ഞാൻ ആദ്യമൊക്കെ ഇതിനകത്ത് കട്ടൻ കാപ്പിയായിരുന്നു തിളപ്പിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴും ഞാൻ കട്ടൻ കാപ്പിയൊക്കെ തിളപ്പിക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കൂടുതലും ഞാൻ ഇതാണ് എടുക്കുന്നത്. ഇത്തിരി പാത്രമാണ് എടുക്കുന്നത്. അതാകുമ്പോഴത്തേക്ക് ഇതിന് ഇച്ചിരി കട്ടിയുണ്ട്. കട്ടിയുള്ളതുകൊണ്ടാണ് ഞാൻ ഇത് എടുക്കുന്നത്. അപ്പോൾ ഇത് നോൺ സ്റ്റിക്ക് അല്ല കേട്ടോ. എല്ലാവരും പറഞ്ഞ് ഇത് പോകും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇത് നോൺ സ്റ്റിക്ക് അല്ല. ഇത് ഏത് മെറ്റീരിയൽ ആണെന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. എന്നാണ് നോൺ സ്റ്റിക്ക് അല്ല, അത് ഞാൻ ഉറപ്പിച്ച് പറയാം. കാര്യം നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എൻ്റെ ഉണ്ട്. പക്ഷേ ഇത് അത്രയല്ല. ഇതിങ്ങനെ ഈ സൗണ്ട് ഇങ്ങനെ നമ്മളിപ്പോൾ ഇതിനകത്ത് എണ്ണ ഇട്ട് കുത്തിയാലും ഉണ്ടല്ലോ, പാടും വീഴത്തില്ലെന്നേ. ഇതിനകത്ത് ഉണ്ട്. എന്നാൽ സ്പൂൺ ഇട്ട് ഞാൻ അത്രയും ഇതിനകത്ത് ഉരച്ചില്ല. ഒരു ശകലയിലും പാടുണ്ടോ ഇതിനകത്ത്? ഒട്ടും പാടില്ല. ഞാൻ ഇതിനകത്ത് ഇങ്ങനെ ഉരച്ച് ചട്ടം കൊണ്ടൊക്കെ ഉരച്ചൊക്കെ എടുക്കാറുണ്ട് എന്തെങ്കിലുമൊക്കെ. പക്ഷേ പാട് വീഴത്തില്ല. എന്നായാലും അത്രയും കളിപ്പീര് പറ്റില്ല. ഇത് മാത്രമല്ല എനിക്ക് ലാഭമായിട്ട്. ബാക്കിയെല്ലാ പാത്രവും പോയി കേട്ടോ. ബാക്കിയൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് ബാക്കിയുള്ളതൊക്കെ ചളുങ്ങുമൊക്കെ ചെയ്തായിരുന്നു. അങ്ങനെയൊക്കെ എല്ലാം പോവുകയൊക്കെ ചെയ്ത് എല്ലാത്തിൻ്റെയും പിടി പെട്ടെന്ന് അങ്ങ് പോയായിരുന്നു. അപ്പോൾ ഇത് നോൺ സ്റ്റിക്ക് പാത്രമല്ല, മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ രാവിലത്തെ ഒരു ഇച്ചിരി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോസും കൂടെ കണ്ടതിന് ശേഷം നമുക്ക് ടിപ്സിലേക്ക് പോകാം കേട്ടോ. നമുക്കിത് ഈ മെഴുകുതിരി കൊണ്ടുള്ള നമുക്ക് ഒരു വാസലിൻ ഉണ്ടാക്കുന്നതിൻ്റെ ടിപ്സിലേക്ക് പോകാം. ആരും ഒന്നും ചെയ്യരുതെന്നേ. നമുക്കെല്ലാം കൂടെ വേണ്ട വീഡിയോ. അല്ലാതെ ഇത് മാത്രമായിട്ട് നമുക്ക് ഇടാൻ പറ്റത്തില്ലല്ലോ. നമുക്കൊരു ഇച്ചിരി ഇത് വേണ്ട. വീഡിയോ കാണുമ്പം നമ്മളതിനകത്ത് നമ്മളെപ്പറ്റി കുറച്ചൊക്കെ നിങ്ങൾക്ക് അറിയണ്ടേ. അതുകൊണ്ടാണ് നമ്മുടെ വീട്ടുവിശേഷം കൂടെ അതിനകത്ത് ഇച്ചിരി ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്കിനി വാസലിൻ ഉണ്ടാക്കുന്നത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു ഇച്ചിരി വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് കാണാവേ. ഇന്നത്തെ രാവിലെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും ചമ്മന്തിയും ഓംലേറ്റും ആണ്. ഞാൻ ഈ കല്ലിൽ തന്നെ കേട്ടോ ചപ്പാത്തി ഉണ്ടാക്കുന്നത്. ഇത് നോൺ സ്റ്റിക്ക് അല്ല, ദോശക്കല്ല് തന്നെയാണ്. പിന്നെ ഇത് 2 പിടിയൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ കേട്ടോ. അത് ശരിക്കും കണ്ടോ, ശരിക്കും ദോശക്കല്ല് തന്നെയാണ്, നോൺ സ്റ്റിക്ക് അല്ല. ഇപ്പം എന്നോട് ഇന്നാളൊക്കെ എല്ലാവരും ചോദിക്കായിരുന്നു, നേരത്തെ വീഡിയോയിൽ ഇങ്ങനെ ദോശ എന്നൊക്കെ ചോദിക്കരുത്, നോൺ സ്റ്റിക്ക് ആണോ എന്ന് ചോദിക്കാം. നോൺ സ്റ്റിക്ക് അല്ല. ഇതിൽ ഞാൻ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാലും ഒരു ദോശ എങ്ങനെ ഉണ്ടാക്കുക പിടിക്കുന്നെന്ന് തോന്നിയാൽ ഒരു ഓംലേറ്റ് ഉണ്ടാക്കും. നല്ലപോലെ എണ്ണ തൂത്തിച്ച് അതിലിട്ടൊരു ഓംലേറ്റ് ഉണ്ടാക്കും. അന്നേരം ആ പിടിക്കുന്നതങ്ങ് മാറി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കല്ലായിട്ട് നമുക്ക് കിട്ടും. പെട്ടെന്ന് നമുക്കതിന് എടുക്കാൻ പറ്റും. ഇപ്പം നമ്മുടെ രാവിലത്തെ ചമ്മന്തി എല്ലാം റെഡിയായി. കണ്ണൻ പോയി. കണ്ണന് കഴിക്കാനെല്ലാം കൊടുത്തിട്ട് അവൻ പോയി. ഇനി ഞാനും ചേട്ടനാണ് ഉള്ളത്. അപ്പം നമ്മുടെ ദോശയും ഓംലേറ്റും ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് ഇടയ്ക്ക് ഇച്ചിരി വീട്ടുവിശേഷങ്ങളും കൂടെ കാണണ്ടേ. വീട്ടുവിശേഷങ്ങൾ ആർക്കും കാണണ്ടെന്ന് എനിക്കറിയാം. എന്നാലും നമ്മുടെ ചാനൽ ഡേ ആൻഡ് മൈ ലൈഫ് ആയിരുന്നു. അത് പിന്നെ ബ്യൂട്ടി ടിപ്സായി, ഹെയർ ടിപ്സായി, അങ്ങനെ അങ്ങ് പോയി. സവോളയും പച്ചമുളകും ഉപ്പും മാത്രം ചേർത്താണ് ഓംലേറ്റ്. ചിലർ ഇഞ്ചിയൊക്കെ ഇടും. പക്ഷേ ഇവിടെ ഇഞ്ചി ഒന്നും ഇടുന്നൊന്നും ആർക്കും ഇഷ്ടമല്ല. പിന്നെ ദോശയുടെ ഓംലേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒത്തിരി വേകുകയില്ല. ഒരു
ഹാഫ് ഇതായതിന് ശേഷം തിരിച്ചിട്ടെടുക്കണം. നമ്മൾ ചോറിനൊക്കെ എടുക്കുന്ന പോലെ അത്രയും അങ്ങോട്ട് മൊരിച്ചെടുക്കത്തില്ല. ഇതിലേക്ക് ഇച്ചിരി കുരുമുളക് അങ്ങ് ചേർക്കും. നമുക്ക് ഈ തട്ടുകടയിലൊക്കെ കിട്ടുന്ന ഓംപ്ലേറ്റ് ഇല്ലേ, അധികം വേകാത്ത, അതാണ് ഇവിടെ ഇവർക്കിഷ്ടം. അപ്പോൾ ഇനി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ തുടങ്ങാണ്. എനിക്ക് കനം കുറഞ്ഞ മുരിഞ്ഞ ദോശയാണ് ഇഷ്ടമേ. അതിനകത്തൊരു ചൂട് ചമ്മന്തി ഒഴിച്ച് കഴിക്കുമ്പോഴല്ലോ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇതിങ്ങനെ തിരിച്ച് മറിച്ചിട്ട് ഒത്തിരി വേഗത്തില്ല കേട്ടോ, ചെറുതായിട്ട് അകത്തി ഒന്ന് ഒരു വാട്ടിയ മുട്ടയില്ലേ, ആ ഒരു ടേസ്റ്റ് കിട്ടണം അങ്ങനെ എടുക്കുന്നത്. അപ്പം ഓംപ്ലേറ്റും ഉണ്ടാക്കി. ഇനി കനം കുറഞ്ഞ് മുരിഞ്ഞ ദോശ. ഇത് നല്ലപോലെ തീയൊക്കെ കൂട്ടിയിട്ട് ഒരു സൈഡ് മുരിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് തിരിച്ചിടും. മുരുമുരാന്നിരിക്കും ദോശ. അതിനകത്തൊരു ചൂട് ചമ്മന്തിയോട് ഒഴിക്കുമ്പോഴത്തേക്ക് ഉണ്ടല്ലോ അതങ്ങ് അലിത്തങ്ങ് പോകും. ഭയങ്കര ടേസ്റ്റ് കേട്ടോ ഇങ്ങനത്തെ ദോശ കഴിക്കാണ്ട്. ഇതിങ്ങനെ ചുട്ട് പാത്രത്തിൽ വെച്ചേച്ച് കഴിക്കുന്നതിനേക്കാൾ നല്ലത് ഇത് ചുട്ടെടുക്കുമ്പം തന്നെ പാത്രത്തിലോട്ട് ഇടുക, ഇത്തിരി ചമ്മന്തി ഒഴിക്കുക, അന്നേരം കഴിക്കുക. ഈ ദോശക്കല്ലിൻ്റെ അടുത്ത് നിന്ന് ഉണ്ടാക്കി കഴിക്കണം, എന്നാലേ നല്ല ടേസ്റ്റ് ഉള്ളൂ. ഇപ്പം ഞങ്ങളിനി ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കട്ടെ. ഇതുപോലെ ഒരു ഇരുമ്പിൻ്റെ പാത്രമോ ഇനി സ്റ്റീലിൻ്റെ ആയാലും ഒന്നും കുഴപ്പമില്ല കേട്ടോ. അതിലേക്ക് നമുക്ക് ഇത് കണ്ടോ ഇതുപോലെ ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരു സ്പൂണോ നമ്മൾ എടുക്കുന്ന മെഴുകുതിരിയുടെ അനുസരിച്ച് വേണം കേട്ടോ. പിന്നെ അതുപോലെ ഒത്തിരി ഇത് ലൂസ് ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരിയുടെ എണ്ണ ചേർക്കാം. അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇത് കണ്ടോ, ഞാൻ ഇത്രയും എടുക്കുന്നുള്ളൂ. ഇത് കണ്ടോ ഇത്രയും മെഴുകുതിരി ഞാൻ എടുക്കുന്നുള്ളൂ. മേളിൽ നിന്ന് മുറിച്ചെടുത്ത് അതിൻ്റെ ഈ നൂല് കുഴപ്പമില്ല കേട്ടോ. ഇതിനകത്ത് ഉരുകി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതെടുത്ത് മാറ്റിയെടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ഒരു പാത്രത്തിലോട്ട് ആദ്യം ഇച്ചിരി എണ്ണ ഒഴിച്ചാൽ എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് മെഴുകുതിരിയുടെ കഷ്ണം ഇട്ട് കൊടുക്കുക. എന്നിട്ട് തീ ഒത്തിരി കൂട്ടിയിടല്ലേ കേട്ടോ, തീ തീരെ കുറച്ച് വെക്കണം. എണ്ണ നല്ലപോലെ ചൂടായി കഴിയുമ്പോഴത്തേക്ക് തീ തീരെ കുറച്ച് വെക്കണം. ഇതിൻ്റെ രണ്ട് സൈഡും തിരിച്ച് മറിച്ചിട്ട് ഉരുകി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ നാരിഞ്ഞ് മാറ്റാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ ഈ നൂല് ഒത്തിരി നേരത്തെ പരിപാടിയൊന്നും കേട്ടോ, ഇതൊന്ന് ഉരുകുന്ന താമസം മാത്രമേ ഉള്ളൂ. നമുക്ക് തീ അന്നേരത്തേക്ക് ഓഫ് ചെയ്യാം. അതൊന്ന് ഉരുകി വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്, ഒരുപാട് താമസമൊന്നുമില്ല. വേണ്ടേ എൻ്റെ ആ ഒരു നൂല് ഇനി മാറ്റുക. എന്നിട്ട് ഇതിൻ്റെ വെളിച്ചെണ്ണയും ഇത് മാത്രമാണ് ചേർത്തേക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് കറക്റ്റ് ആയോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ ഇങ്ങനെ ഒരു സ്പൂൺ മുക്കി വെച്ച് ഈ സ്പൂണിലൊന്ന് ഊതിയാൽ മതി. സ്പൂൺ ഇപ്പോൾ ചൂടായിട്ടിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഊതി കഴിയുമ്പോഴത്തേക്ക് കണ്ടല്ലോ ഇതുണ്ടോ, അതൊരു കട്ടിയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും മതി, നമുക്കിനി എണ്ണയൊന്നും ചേർക്കണ്ട കേട്ടോ. നമുക്കിത് എടുക്കുമ്പോൾ നമുക്ക് അറിയാം. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുവാണേ, എന്നിട്ട് നമുക്കിത് കാണാല്ലേ ഇതിൻ്റെ സൗണ്ട് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായിട്ട് വരും. ഇതിപ്പം നല്ലപോലെ ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് ഇതിങ്ങനെ വെളുത്ത് വരെ നമുക്ക് തണുത്തിട്ട് കാണാവേ. ഇത് കണ്ടോ ഇപ്പോൾ ഇതിങ്ങനെ ഉണങ്ങി വരുന്നുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു തുള്ളി റോസ് വാട്ടർ ഒഴിച്ചായിരുന്നേ. ഒരു 1-2 തുള്ളി റോസ് വാട്ടർ ഒഴിച്ചാൽ മതി, ഒത്തിരി ഒന്നും ഒഴിക്കണ്ട കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഒത്തിരി ചൂടാറുന്നതിന് മുമ്പേ മിക്സ് ചെയ്യണേ. റോസ് വാട്ടറും കൂടെ ചേർത്ത് ഒത്തിരി ചൂടാറുന്നതിന് നിങ്ങൾക്കിപ്പോൾ ഒരു സൗണ്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുമായിരിക്കും അല്ലേ.
ആ റോസ് വാട്ടർ ഞാൻ ചേർക്കുന്നതിന് എന്തിനാന്ന് ചോദിച്ചാൽ പണ്ടത്തെ അമ്മച്ചിമാർ റോസ് വാട്ടർ ഒന്നും ചേർക്കത്തില്ലായിരുന്നു കേട്ടോ. ഇത് മാത്രം മതി. ഇത് മാത്രമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. റോസ് വാട്ടർ കൂടെ ചേർക്കുമ്പോഴത്തേക്ക് നല്ലൊരു മണം വരുവേ. എന്നിട്ട് നമുക്കിതിനി ഇത് പെട്ടെന്ന് തണുത്തും കിട്ടും. ഞാനിത് ഒരു അടപ്പിനകത്തോട്ട് ഒരു ചെറിയ കുപ്പിക്കകത്തോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. മാറ്റി വെച്ചിട്ട് ഇനി ഇത് നമുക്ക് ഇതിപ്പോൾ ഇങ്ങനെ ഇതായിട്ട് പൊടിയായിട്ട് കിടക്കുന്ന നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്കിപ്പോൾ അത് ലൂസാക്കി എടുക്കാം കേട്ടോ. നമുക്കൊരു ചെറിയ ചൂട് ഇതിപ്പോൾ പൊട്ടുന്ന കുപ്പിയാണെങ്കിൽ നമുക്ക് ആ ചൂടോടുകൂടി തന്നെ ഒഴിക്കാവേ. ഇതിപ്പോൾ നമുക്ക് അല്ലാത്ത സൈസ് കുപ്പി ആയതുകൊണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ സൈസ് കുപ്പി ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ചൂടോടുകൂടി ഒഴിക്കാൻ പറ്റത്തില്ല. ഇത് കണ്ടോ നല്ലപോലെ കയ്യിലോട്ട് ഇതാകുന്നതാണ്. ഞാൻ ചുണ്ട തേച്ച് കാണിക്കാം. അപ്പോൾ നമുക്കത് നല്ല ഇതുപോലൊരു കുപ്പിക്കകത്ത് സൂക്ഷിച്ച് വെക്കാമെങ്കിൽ കുറേ നാളിത് ഇരുന്നോളും. അഴുക്കകത്തൊന്നുമില്ല കേട്ടോ. ഇപ്പം നമ്മുടെ ഇതുപോലൊരു ഡെപ്പിക്കകത്തോട്ട് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഇച്ചിരി ചൂടുവെള്ളം വെച്ച് ഇങ്ങനെ ചൂടുവെള്ളത്തിൽ വെച്ച് കഴിയുമ്പോഴത്തേക്ക് അതിങ്ങനെ ഉരുക്കി ഇത് കണ്ടോ. അപ്പോൾ അത് നല്ല സ്റ്റക്കായിട്ട് തന്നെ തിരിപ്പുണ്ട്. നമ്മൾ തൊടുമ്പോൾ ഇത് കണ്ടോ നല്ല ഇതായിട്ട് കിട്ടുകയും ചെയ്യും. അതിനകത്ത് നല്ല ഇതായിട്ട് എടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഇത് ഈ റോസ് വാട്ടർ നിങ്ങൾ വേണേൽ ചേർത്താൽ മതി കേട്ടോ. റോസ് വാട്ടർ ചേർത്താലും നല്ലതാണ്, ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ പിന്നെ റോസ് വാട്ടറൊക്കെ ചേർക്കുമ്പോൾ ഒരു നല്ല മണമൊക്കെ ഉണ്ട് കേട്ടോ. ആ മണം കിട്ടും. അതുകൊണ്ടാണ് ഞാൻ റോസ് വാട്ടർ ചേർത്തത്. അപ്പം ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, ചേർത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പം എൻ്റെ ചുണ്ടെന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ ഇവിടെയൊക്കെ ഇങ്ങനെ പൊട്ടി. എനിക്കൊന്ന് 2 ദിവസം എനിക്ക് ഈ ഒരു ചെറിയ പനിക്കോളും പിന്നെ ജലദോഷവും ഒക്കെയായിരുന്നു. അതിൻ്റെയും കൂടെ കൊണ്ടാന്ന് തോന്നുന്നു പെട്ടെന്ന് ചുണ്ടിങ്ങനെ ഒന്ന് പൊട്ടിയേക്കുന്നത്. ആ ചുണ്ട് പൊട്ടിയപ്പോഴാണ് ഞാൻ ഓർത്തത് ഇനിയിപ്പോൾ മഞ്ഞുകാലമൊക്കെ വരാൻ പോവല്ലേ, അപ്പോൾ ഇങ്ങനത്തെ ഒരു വീഡിയോയും കൂടെ ചെയ്തേക്കാം എന്ന് വിചാരിച്ചത്. അപ്പോൾ ഇത് എൻ്റെ ചുണ്ട തേച്ച് കാണിക്കുക. വേണ്ട ഇതിനകത്തും തന്നെ എടുത്താണ് ഞാൻ കാണിക്കുന്നത്. വേണ്ട ഇതിനകത്തുനിന്ന് എടുത്തു. ഒരു ഇത്രയും മതി, നമുക്ക് ശകലം മതി കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ചുണ്ട പുരട്ടിയാൽ മതി. നല്ലതാണ് നമ്മുടെ ചുണ്ടൽ. നമ്മളിത് പുരട്ടിയിട്ടുണ്ടെന്നും പുറത്തുനിന്ന് നോക്കുന്ന തോന്നത്തൊന്നും ഇല്ല കേട്ടോ. ചുണ്ടലിനേലും പുരട്ടിയിട്ടുണ്ടെന്നോ. ഇനിയിപ്പോൾ ചിലർക്ക് ചുണ്ടൽ ഇങ്ങനെ ലിപ് ബാം അങ്ങനെയൊക്കെ പറ്റാൻ ഇഷ്ടമില്ലാത്തവരുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ അത് കളറായിട്ട് കൊണ്ടു നടക്കാൻ അങ്ങനെ ചുണ്ടൽ ലിപ്സ്റ്റിക്കിടെ താല്പര്യമില്ലാത്തവർ അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ ഇത് ഏറ്റവും നല്ല പ്രയോജനമാണ്. അങ്ങനെയൊക്കെ ഇടുന്ന ഇപ്പോൾ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നവരാണേലും ഉണ്ടല്ലോ, ലിപ് ബാം ഒക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നവരാണെങ്കിലും വീട്ടിൽ വന്നതിന് ശേഷം നല്ലപോലെ ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം ഇതിങ്ങനെ ചുണ്ടേ പുരട്ടിയാൽ മതി. ചുണ്ട് പൊട്ടലും കാര്യങ്ങളും അപ്പോൾ എങ്ങനെയുള്ള ചുണ്ട് പൊട്ടലാണെങ്കിലും നമുക്ക് മാറി കിട്ടും കേട്ടോ. ചിലർക്കൊക്കെ ഈ അലർജി കൊണ്ട് ഓരോ ലിപ് ബാം ഒക്കെ ഇടുമ്പോൾ അലർജി കൊണ്ട് ചുണ്ട് പൊട്ടുമല്ലോ, അങ്ങനെയുള്ളവർക്കും ഒക്കെ ഇത് പ്രയോജനപ്പെടും. നല്ല മാറ്റം കിട്ടും. നമ്മളായിട്ട് കിടക്കുമ്പോഴത്തേക്ക് ചുണ്ടിലൊന്ന് പറ്റിച്ച് കിടന്നാൽ മതി. പിന്നെ ചുണ്ട തന്നെ കേട്ടോ നമ്മുടെ കൈകൾ ഒക്കെ ഈ ഒരു മഞ്ഞൊക്കെ ആയി വെയിലൊക്കെ തുടങ്ങി കാറ്റൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിലും ഒക്കെ ഒരുമാതിരി മൊരിച്ചിൽ പോലെ വരും. അന്നേരം ഉണ്ടല്ലോ നമ്മൾ അതിൻ്റെ ഇത് ഇങ്ങനെ പുരട്ടി കൊടുത്താൽ മതി. നല്ലപോലെ ഒരു ശകലം എടുത്ത് ഇങ്ങനെ നമ്മുടെ കയ്യിലോട്ട് നല്ലപോലെ നമുക്കിത് മസാജ് ചെയ്ത് പിടിപ്പിക്കാൻ പറ്റും കയ്യിൽ. ഒട്ടും നമ്മുടെ കയ്യിൽ എന്തെങ്കിലും തേച്ചാന്ന് പോലും പറയത്തില്ല. ഒരു ചെറിയൊരു മിനുസം പോലെ നമ്മുടെ കൈ തോന്നത്തേ ഉള്ളൂ കേട്ടോ. അല്ലാതെ എണ്ണ പുരട്ടിയേക്കുന്ന പോലെയോ അങ്ങനൊന്നും നമുക്ക് തോന്നത്തില്ല. ഇത് കണ്ടോ ചെറിയൊരു മിനുസം പോലെ കൈക്ക് തോന്നും. അത് മാത്രമല്ല വേറെ യാതൊരു കുഴപ്പവും നമ്മുടെ കൈക്ക് അറിയത്തില്ല കേട്ടോ. ഇതുപോലെ തന്നെ നമ്മുടെ കാലിലൊക്കെ ഇങ്ങനെ എന്താ മൊരിച്ചിൽ വരത്തില്ലേ, പൊരി പോലെ ഇങ്ങനെ വരും. ചിലർ പൊരി എന്ന് പറയും, ചിലർ മൊരിച്ചിൽ എന്ന് പറയും. ഇങ്ങനെ കാലിൽ ഒരുമാതിരി ഇങ്ങനെ റൗണ്ട് ഇങ്ങനെ മൊരിച്ചിൽ പോലെ. അത് ഈ സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ കൂടും തണുപ്പൊക്കെ ആകുമ്പോഴത്തേക്ക്. അങ്ങനെയുള്ളവർക്കും ഒക്കെ കാലയിലൊക്കെ നല്ല ഇത് ഒരു മെഴുകുതിരി ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാൻ ആ മെഴുകുതിരിയുടെ ഒരു ശകലം എടുത്തിട്ടുള്ളൂ. നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണയുടെ ആവശ്യം മാത്രമേ വരുന്നുള്ളൂ. നമുക്ക് അടുക്കളയിലുള്ള സാധനങ്ങളാണ് ഇതെല്ലാം. അടുക്കളയിലുള്ള ഇത് വെച്ചും തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം, അല്ലാതെ ഒരു രൂപ പോലും മുടക്കില്ല കേട്ടോ. അപ്പം എല്ലാവരും ഒന്നിത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. അപ്പം ഇങ്ങനത്തെ പൊടിക്കൈകളൊക്കെ പണ്ടത്തെ അമ്മച്ചിമാരൊക്കെ ഉള്ള ഇപ്പം പ്രായമുള്ള അമ്മച്ചിമാരൊക്കെ ഉള്ള വീടുകളിലൊക്കെ അവരൊക്കെ വേണമെങ്കിൽ ഇത് കാണാമെങ്കിൽ പറയാം ഇതൊക്കെ പണ്ട് ഞങ്ങൾ ചെയ്തിട്ടുള്ള അടി കൊച്ചേ എന്ന് വേണമെങ്കിൽ പറയും. അത് സത്യമാണ്. അവർ പറയുന്നത് കറക്റ്റാണ്. പണ്ടുള്ള അമ്മച്ചിമാരൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ന് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു വാസലിൻ മേടിക്കാനോ ഒരു മെഡിക്കൽ സ്റ്റോറിലോ എങ്ങും പോയിട്ടില്ല. അവനവൻ്റെ വീട്ടിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ ഉണക്ക സമയമൊക്കെയാണ് വരുന്നത്. കുഞ്ഞുങ്ങളുടെ ചൂണ്ടൊക്കെയാണ് കൂടുതലും പൊട്ടുന്നത്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറ്റിയാൽ യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത സാധനങ്ങളൊക്കെയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി നമ്മുടെ ഒരു ഇച്ചിരി കറി വെക്കുന്നതിൻ്റെ കൂടെ ഒരു വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. കറി വെക്കുന്നതെന്ന് പറഞ്ഞാൽ മീൻ കറി വെക്കുന്നതാണ്. മത്തി നല്ല എൻ്റെ അമ്മ, നമുക്ക് എല്ലാവർക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ. എനിക്ക് അങ്ങനെയാണ്. എൻ്റെ അമ്മ പോയിട്ട് ഇപ്പോൾ ഒരു 17 വർഷമാകുന്നു എന്നെ വിട്ടു പോയിട്ട്. ഈ 17 വർഷം ഉണ്ടല്ലോ ഓരോ കറി വെക്കുമ്പോഴും ഞാൻ എൻ്റെ അമ്മേനെ ശരിക്കും ഓർക്കും കേട്ടോ. കാര്യം എൻ്റെ അമ്മ വെക്കുന്നത് ചിലപ്പോഴൊക്കെ വെക്കുമ്പോൾ അതേ രുചിക്ക് തന്നെ എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സ്കൂളൊക്കെ വീട്ടിൽ ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഉച്ചയ്ക്ക് വീട്ടിൽ വന്നായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്.
അപ്പോൾ ഉച്ചയ്ക്ക് വീട്ടിൽ വന്ന് കഴിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് നല്ല ചൂട് ചോറിനകത്തോട്ട് അമ്മ അയല തേങ്ങ അരച്ച് മുളകും തേങ്ങയുടെ അരച്ച കറിയുണ്ട്. അത് മാത്രം മതി നമുക്ക് കഴിക്കാനായിട്ട്, വേറെ ഒന്നും വേണ്ട. ആ ഒരു കറിയുടെ മണവും ആ ഒരു ചൂട് ചോറിനകത്തോട്ടുള്ള ആ ഒരു രുചിയൊക്കെ ഇപ്പോഴും നാവുന്നുമ്പത്തുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ചില സമയത്തൊക്കെ എനിക്കങ്ങ് ഭയങ്കരമായിട്ടും കൊതി തോന്നാറുണ്ട് അമ്മ വെച്ച് ചില കറികളൊക്കെ വെച്ച് കൂട്ടാനായിട്ട്. അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഞാനൊരു ഇച്ചിരിയും കറിയായിട്ട് എനിക്ക് വേണ്ടി വെക്കാറുണ്ട് കേട്ടോ. പക്ഷേ ഈ കറി ഇവിടെ കണ്ണൻ കൂട്ടും കേട്ടോ. ചേട്ടന് അത് വലിയ താല്പര്യമില്ല. അച്ചു പിന്നെ അങ്ങനെയുള്ള സാധനങ്ങൾ നോക്കത്ത് പോലും ഇല്ല. കണ്ണന് ഇഷ്ടമാണ് അങ്ങനെയുള്ള കറിയൊക്കെ. ചേട്ടന് തേങ്ങ അരച്ച് വെക്കുന്നത് ഇഷ്ടമാണ്. തേങ്ങയും മുളകും കൂടെ ചേർത്ത് വെക്കുന്നത്. ഇവിടെ എല്ലാവർക്കും മുളക് ചേർത്ത് മീൻകറിയാണ് ഇഷ്ടം. തേങ്ങയും മുളകും ചേർത്ത് മീൻകറി ഇഷ്ടമാണ്, അത് കൂട്ടും. പക്ഷേ ഈ തേങ്ങ മാത്രമായിട്ട് അരച്ച് വെക്കുന്നൊരു കറിയുണ്ട്, നല്ല അടിപൊളിയാണ് കേട്ടോ. തക്കാളിപ്പഴമൊക്കെ ഇട്ട് വെക്കാമെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റാണ്. പക്ഷെ ഞാൻ കുടംപുളി ഇട്ടാണ് വെച്ചേക്കുന്നത്. അങ്ങനെയുള്ളൊരു മീൻകറി അതും ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോയിലൂടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഒക്കെ ഒന്ന് കാണുക കേട്ടോ. അപ്പം നമ്മുടെ കറി വെക്കാനായിട്ട് ഇഞ്ചി, ചുവന്നുള്ളി, പിന്നെ മുളക്, പുളി ഇതെല്ലാം ചേർത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിനകത്ത് ഉണ്ടമുളകാണ് ചേർത്തേക്കുന്നത്. അതിന് ഇച്ചിരി എരിവ് കൂടുതലുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് വേറെ മുളക് പൊടിയോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല. അപ്പം മുളകിൻ്റെ എരിവാണ് വരുന്നത്. അപ്പോൾ പച്ചമുളക് ഇട്ടാൽ അതിൻ്റെ അങ്ങനെയുള്ള എരിവാണ് വരുന്നത്. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർക്കും. എന്നിട്ട് വെള്ളം ഒഴിക്കുക. എന്നിട്ട് തീ കത്തിച്ചേക്കുക. അല്ലെങ്കിൽ മത്തിയല്ലേ, തിളയ്ക്കാൻ താമസം വരുമ്പോഴത്തേക്കുണ്ട് ചിലപ്പോൾ ഉള്ളിൽ. എന്നിട്ട് അതിലേക്ക് ഇങ്ങനെ ഈ സൈസ് മത്തിയാണേ നല്ലത്. ഇത് മുറിക്കത്തില്ല കേട്ടോ. മുറിക്കാതെ തന്നെ നമ്മളിങ്ങനെ എടുത്ത് ഇത്രയും മാത്രം ചേർത്ത് ഈ മത്തി അങ്ങ് വേവിക്കും. ഇതൊരു പ്രത്യേക രുചിയാണ് കേട്ടോ ഈ മീൻ കറിക്ക്. എനിക്കാണെങ്കിൽ അമ്മച്ചി വെച്ച് തരുമെന്ന്, ഞങ്ങളുടെ വീട്ടിൽ അമ്മച്ചി ഉണ്ടാക്കുക. ഞങ്ങളുടെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നേ. അമ്മച്ചിയുടെ ചില മീൻകറികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അയ്യോ, ഓർക്കുമ്പം തന്നെയുണ്ടല്ലോ വായിക്കൂടെ വെള്ളം വരും. അതുപോലൊക്കെ ഉണ്ടാക്കാൻ ഞാൻ ശരിക്കും ശ്രമിക്കാറുണ്ട്. ഇതൊക്കെ എനിക്ക് അതുപോലെ തന്നെ വെക്കാൻ അറിയാം കേട്ടോ. അമ്മച്ചി വെക്കുന്നത് തന്നെ വെക്കാൻ. പിന്നെ ഞങ്ങളുടെ മേമ ഇതുപോലെ തന്നെ കറി വെക്കും. അപ്പം അവരെല്ലാം പിന്നെ ചേട്ടത്തിയരിത്തിമാരില്ലേ, അപ്പോൾ പിന്നെ അവർക്കൊക്കെ വെക്കാൻ അറിയാമല്ലോ. എന്നിട്ട് ഇത് നല്ലപോലെ തിളച്ച് ആ മീനൊന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കാണ് ഇനി ഇതിലേക്ക് ചേർക്കാനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് ചേർക്കേണ്ടത് തേങ്ങ അരച്ച ചേർക്കുന്നത്. അപ്പോൾ ഇത് വിട്ടിരുന്ന് വേഗട്ടെ. അപ്പോൾ നമ്മുടെ മീൻകറിയല്ല, മീൻ വെന്തു, കറിയായിട്ടില്ല. നമ്മൾ ബാക്കിയും കൂടെ അരപ്പൊക്കെ ചേർത്താലേ കറിയാകത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതിനകത്ത് ഉപ്പും പുളിയൊക്കെ നല്ല ഇതായിട്ടുണ്ട്. അതിലേക്കുണ്ടല്ലോ ഇച്ചിരി തേങ്ങയും മഞ്ഞളും പിന്നെ ഒരു കുഞ്ഞി കഷ്ണം വെളുത്തുള്ളിയും കൂടെ ചേർക്കണേ. ഒത്തിരി വെളുത്തുള്ളി ചേർക്കല്ലേ, ശകലമേ വെളുത്തുള്ളി ചേർക്കാവുള്ളൂ. അങ്ങനെ എന്നിട്ട് ഇനി ഇത് തിളയ്ക്കരുത്, നല്ലപോലെ ഒന്ന് ചൂടായാൽ മതി. ഉപ്പും പുളിയൊക്കെ ഉണ്ട്, ആ മുളകിൻ്റെ ആ ഒരു എരിവ് എല്ലാം ഉണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ചൂടാകണേ. നമ്മുടെ മീൻകറി ഇതുണ്ടോ, ഇതുപോലെ ചെറുതായിട്ടൊന്ന് പത വരുമ്പോഴത്തേക്കുണ്ടല്ലോ തീ അങ്ങ് ഓഫ് ചെയ്തേക്കണേ. അന്നേരം അതിന് ഓഫ് ചെയ്തേക്കണം. നമ്മൾ ഈ കറിച്ചട്ടിയിലൊക്കെ വെക്കുമ്പോൾ ഉണ്ടല്ലോ കുറേ നേരം കൂടെ ചൂട് നിൽക്കും. അപ്പം ആ ഒരു ചൂട് മതി. എന്നിട്ട് ഇതിനകത്തേക്ക് കറിവേപ്പില ഇട്ട് എന്നിട്ട് ഒരു ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടെ അങ്ങോട്ട് ഒഴിച്ചാലുണ്ടല്ലോ, എന്നിട്ട് ചൂട് ചോറിനകത്തോട്ട് കഴിക്കണം. ഇതിനോട് എന്നേലൊരു തോരനും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല രുചിയാണ് കേട്ടോ. ഞാനതിന് എന്നറിയോ, ഇന്ന് ഇച്ചിരി മുരിങ്ങയില തോരനും കൂടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിങ്ങനെ അടച്ചുകൂടെ ഇങ്ങനെ വെച്ചാൽ മതി. ഇത് തുറക്കുമ്പോൾ ഒരു മണം വരും, മണമാണ് അടിപൊളി. പിന്നെ നമ്മുടെ മുരിങ്ങയിലത്തോരനും കൂടെ വെച്ചിട്ടുണ്ട്. മത്തി ഇനി വറക്കാനായിട്ട് ഇരിപ്പുണ്ട്. മുരിങ്ങയിലത്തോരനും കൂടെ കൂട്ടി നല്ല ചൂട് ചോറിനകത്തോട്ടിട്ട് കഴിക്കണം. എന്നാ ടേസ്റ്റാണെന്നറിയോ. ഇത് മാത്രം മതി എനിക്ക്, വേറെ ഒരു കറിയും വേണ്ട. എനിക്കിങ്ങനെ ഈ ചൂട് ചോറിലേക്ക് ഈ കറിയും ഈ തോരനും മാത്രം ഒഴിച്ച് ഇത്രയും മാത്രം മതി. ഭയങ്കര രുചിയാണ് കേട്ടോ. നല്ല ചൂട് ആവി വറക്കുന്ന ചോറിനകത്തോട്ട് വേണം ഒഴിക്കാനായിട്ട്. ഇത് നമ്മളിപ്പോൾ ഇങ്ങനെ ചൂട് ചോറിനകത്ത് ഒഴിച്ച് ഇങ്ങനെ നമുക്ക് ഈ ചൂട് കറി ഒഴിച്ച് കഴിക്കാം. ഈ കറി ഇനി നാളത്തേക്ക് ഈ കറിച്ചട്ടി തന്നെ വെച്ചേക്കാം. നാളെ രാവിലെ ഉണ്ടല്ലോ ഒരു ചെറിയ ചോറ് അതിനകത്തിട്ട് പഴഞ്ചോറിട്ട് കഴിക്കാൻ അതിനേക്കാൾ രുചിയാണ് കേട്ടോ. അതൊക്കെ ഓർക്കുമ്പോൾ തന്നെ വായിക്കൂടെ വെള്ളം വരും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഉച്ചക്കത്തെ കറിയും കാര്യങ്ങളും എല്ലാം കണ്ടല്ലോ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല ആദ്യമായിട്ട് കാണുന്നവർ. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും എന്നൊക്കെ പറയുന്നത്. നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ.